ഈ മോനെന്ന് വെച്ചാ രാവിലെ 6 മണി അടിക്കുമ്പം ഉണർന്നിരിക്കും. ഉണർന്നില്ലെങ്കി അവിടെ ബഹളമാ. മോനെ അങ്ങനെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നേ. അമ്മ ഉണ്ടോ? 6 മണി അടിക്കുമ്പം മോൻ ഉണർന്നിരിക്കും. പയ്യൻ ഇപ്പോഴും ഉണരണമെങ്കിൽ അമ്മ അടുത്തിരിക്കണമെന്നുണ്ടോ? അയ്യോ എന്നല്ല, കാര്യം 10-27 വയസ്സായെങ്കിലും അമ്മയുടെ മുമ്പിൽ നിന്നാ പയ്യൻ ഇപ്പോഴും വിറയ്ക്കും. അല്ല, നമുക്ക് ഈ ബാലാരിഷ്ടതയും പേടിയും ഒന്നും ഇല്ലാത്ത പയ്യനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ പണിക്കരെ? ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിൽ മേന്മ കാണുന്ന ആളല്ല ഞാൻ. പേടിച്ചല്ല ജീവിക്കേണ്ടത്, നട്ടല് നിവൃത്തി ജീവിക്കണം. ഈ നട്ടലിന്റെ കാര്യം കാണണമെന്നുണ്ടെങ്കിൽ അത് കോളേജിൽ തന്നെ പോണം. ഇത്രയും നട്ടലുള്ളത് ലെക്ചർ കോളേജിൽ ഇല്ലാന്നാ എല്ലാവരുടെ അഭിപ്രായം. എന്റേത് മാത്രമല്ല, പുള്ളി ക്ലാസ് എടുക്കാൻ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, അടുത്ത ക്ലാസ്സിലെ പിള്ളേര് വരെ വന്ന് കയറിയിരിക്കും. പുള്ളി കാണാനും അങ്ങനാന്ന് തന്നെ വെച്ചോ. ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടോ പണിക്കരെ അവരുടെ ഭാഗത്തുനിന്ന്? ഒരു 4,00,000 രൂപ പോക്കറ്റ് മണിയായി. ഇവിടെ ഇപ്പൊ എന്തിന്റെ കുറവാ ഉള്ളത്? എല്ലാം മക്കൾക്കുള്ളതാണല്ലോ. പിന്നെ വീട്, അതിപ്പം വീടില്ലാതെ നമുക്ക് പെണ്ണ് അയക്കാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള ഒരു ഏർപ്പാട് കൂടെ ചെയ്തു കൊടുക്കണം. ഇപ്പൊ കാര്യമൊന്നുമില്ല. അമ്മണി അമ്മയുടെ അഭിമാനം വിട്, സാറിന്റെ അഭിമാനവും വിട്, കൊച്ചിന്റെ അഭിമാനവും വിട്. മാണിക്യമംഗലത്ത് മാധവൻ നായർ അദ്ദേഹത്തിന്റെ അഭിമാനം വിടാൻ പറ്റുമോ? അല്ലെങ്കിലും പരിഹാസം കുറച്ച് കൂടുതല. അയാൾ കൊണ്ട് ആലോചനയ്ക്ക് എന്താ കുഴപ്പം? എടി, എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബന്ധമല്ലത്. നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് എന്തോ വാങ്ങിച്ചിട്ട്. എന്ന് വെച്ചാ എന്നെ വിവാഹം കഴിക്കുമ്പം എനിക്ക് നല്ല സമ്പത്തുണ്ടായിരുന്നു. സമ്പത്ത് നിന്റെ കയ്യിലിരിക്കും. കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നീ എന്റെ പുറകെ വന്നപ്പോഴല്ലേ നടന്നത്? ഞാൻ നിന്നോട് വല്ലതും ചോദിച്ചോ? ഇല്ലല്ലോ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലം അതല്ല. കാലത്തിന് യാതൊരു മാറ്റവുമില്ല. ഏലിനുറപ്പില്ലാത്ത ചില നാറികളുണ്ട്. അവന്മാരാണ് ഈ കല്യാണം കച്ചവടമാക്കുന്നത്. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അവൾക്കൂടെ ഇഷ്ടപ്പെട്ട ബന്ധമാണ്. അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളെ വിളിക്ക. മോളെ സരളേ, മോളെ, നിനക്കിഷ്ടമാണോ ഈ ബന്ധം? എനിക്കിഷ്ടമാ. മോളെ, അവര് പറഞ്ഞ ഡിമാൻഡെല്ലാം കേട്ടല്ലോ. എന്തെങ്കിലും തുക കല്യാണത്തിന്റെ പേരിൽ കക്കൂലിയായി കൊടുക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അത് അവര് ചോദിച്ച നല്ലല്ലേ പറഞ്ഞത്. പണിക്കർ പറഞ്ഞില്ലേ പണിക്കരുടെ അഭിപ്രായമാണെന്ന്. ഏതായാലും ശരി, നിനക്ക് താല്പര്യമാണെങ്കിൽ ഡാഡിക്കൊന്നും പറയാനില്ല. ഇക്കാര്യത്തിൽ മാത്രം നിന്റെ ഇഷ്ടത്തിനാണ് 1ാം സ്ഥാനം.